ഹായ് ഹലോ എല്ലാവർക്കും പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവയാനി തൻ്റെ തീരുമാനം അറിയിക്കുകയാണ്. ഇനി എന്തായാലും ഇതുപോലെ ബാധ്യതയായ ഒരു മരുമകളെ എനിക്ക് ആവശ്യമില്ല, എൻ്റെ മകനും ആവശ്യമില്ല. അതുകൊണ്ട് നയനയുടെ സ്ഥാനം ഇവിടെ പടിക്ക് പുറത്താണ്. പിന്നെ നവ്യയുടെ കാര്യം തീരുമാനിക്കേണ്ടത് നീയും അഭിയും കൂടിയാണ് എന്നിങ്ങനെ വ്യക്തമായിട്ട് തീരുമാനം അറിയിക്കുകയാണ് നമ്മുടെ ദേവയാനി. അത് കേൾക്കുമ്പോഴത്തേക്ക് അഭി പറയുകയാണ്, നവ്യയുടെ നേർക്ക് തിരിഞ്ഞിട്ട് പറയണേ, ഇവളെ ഇത്രയും വലിയ കള്ളം പറഞ്ഞ് ഈ പെരുങ്കള്ളിയെ ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ല, ഇവളും പോട്ടെ ഇവളുടെ അച്ഛനമ്മമാരുടെ കൂടെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നവ്യ നേരെ തിരിച്ച് അഭിയോട് ചോദിക്കുകയാണ്, നീ അത്ര നല്ല പിള്ളയൊന്നും ആവുമൊന്നും വേണ്ട, നീ ഒറ്റൊരുത്തം കാരണം തന്നെയാണ് ഞാൻ ആ കള്ളം പറഞ്ഞത്. കല്യാണത്തിന് മുമ്പ് നീ എൻ്റെ കഴുത്തിൽ നേരെ തിരിച്ച് താലി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീയാണ് എൻ്റെ അടുത്ത് ഏറ്റവും വലിയ തെറ്റ് ചെയ്തത്. ആ താലി കഴുത്തിലിട്ടിരിക്കുന്ന സമയത്താണ് നീ മറ്റൊരു വിവാഹത്തിലേക്ക് മുതിർന്നത്. ആ സമയത്ത് എന്നെ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് താലിയും കാണിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഊടായ്പകളൊക്കെ കാണിച്ച് നീ ചാടിപ്പോകും എന്നുള്ള കാര്യം എനിക്കറിയാം. അതായത് നീ വേറെ പെണ്ണിനെ വിവാഹം കഴിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് നിശ്ചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമായിരുന്നത് കൊണ്ട് എനിക്ക് തൽക്കാലം എനിക്ക് ഇങ്ങനെ ഒരു നുണ പറയേണ്ടി വന്നു എന്നുള്ളത് സത്യം തന്നെയാണ് എന്നിങ്ങനെ പറയുകയാണ്. നീ അത്ര വലിയ കേമനൊന്നും ആവാനൊന്നും നോക്കണ്ട, എന്നേക്കാളും നല്ല രീതിയിൽ ഫ്രോഡ് നീ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഈ വീട്ടിൽ നിന്നും പോകുന്ന പ്രശ്നമില്ല എന്നിങ്ങനെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് പറയുകയാണ് നമ്മുടെ നവ്യ. അപ്പോൾ ആ സമയത്ത് ജലജ പറയുകയാണ്, അതൊന്നും പറ്റില്ല എടി, നീ കള്ളത്തരം കാണിച്ച് തന്നെയാണ് നിൻ്റെ അനിയത്തിയും ഈ വീട്ടിലേക്ക് വന്നത്. ഇനി നിന്നെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, നീ പോയേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നവ്യ അപ്പം തന്നെ പറയാണ്, ആരിനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല എന്നിങ്ങനെ പറയുകയാണ്. പക്ഷെ മുത്തശ്ശനും ആരും ഒന്നും മിണ്ടുന്നില്ല അത് കേട്ടിട്ടും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കനക വന്നിട്ട് മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, അമ്മ ഒരിക്കലും ഞങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ, എനിക്കോ എൻ്റെ ഗോവിന്ദേട്ടനോ നന്ദുവിനോ നമുക്കാർക്കും ഇതേക്കുറിച്ച് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അമ്മ പൊറുക്കണം എന്ന് പറഞ്ഞിട്ട്, എൻ്റെ മക്കൾ കാണിച്ച അവിവേകത്തിന് അമ്മ പൊറുക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കാൽക്കൽ വീഴുകയാണ്. കാലി തൊട്ട് നമസ്കരിക്കുകയാണ്. അതായത് പാദത്തിൽ മുഖം അമർത്തി നമസ്കരിച്ച് കരയാണ് നമ്മുടെ കനകയെ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി. എന്നിട്ട് പറയണേ, കനകെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയില്ലേ, നീ സങ്കടപ്പെടാതിരിക്കുക കനകെ എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ കനക പറയുകയാണ്, അല്ലമ്മേ, എനിക്കോ ഗോവിന്ദേട്ടനോ ഇതിൽ ഒരു അറിവുമില്ല, ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു കാര്യം അറിയാമായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും കൂട്ടു നിൽക്കില്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ജലജ നമ്മുടെ കനകയെ ആട്ടുകയാണ്. ജലജ പറയണം, പിന്നെ ഇവളൊരു വിശുദ്ധ വന്നിരിക്കുന്നു, മിക്കവാറും ഇവക്ക് പണ്ടേ ഉള്ള ആഗ്രഹമാണ് കോടീശ്വരൻ്റെ കുടുംബത്തിലേക്ക് മക്കളെ കെട്ടിച്ചയക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഇവള് തന്നെ ആയിരിക്കും ഈ ഗർഭനാടക മകളുടെ ചെവിയിലേക്ക് ഓതി കൊടുത്തതും ഈ രീതിയിലൊക്കെ വന്നു ചേർന്നതും ഒക്കെ ഇവളുടെയും കൂടി അറിവോടുകൂടിയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കനക പറയുകയാണ്, എന്നെ ഒരിക്കലും നിങ്ങൾ പറയരുത്, കാരണം എനിക്കിത് അറിയില്ലായിരുന്നു, എനിക്കറിയാമെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വൃത്തികേടിന് കൂട്ടു നിൽക്കില്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതൊന്നും കേൾക്കാൻ നമ്മുടെ നമ്മുടെ ഈ പറയുന്ന കണക്ക് ആരും തയ്യാറാവുന്നില്ല. മുത്തച്ഛനും മുത്തശ്ശിയും ജയനും ജാനകിയും അനിരുദ്ധൊക്കെ ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അതേസമയം നേരെ ചെന്നിട്ട് നമ്മുടെ നവ്യയുടെ അടുത്ത് ചെന്നിട്ട് കനക പറയണം, മതി, നീ പണ്ടും നമ്മുടെ കുടുംബത്തിന് ബാധ്യത തന്നെയായിരുന്നു, ഇപ്പോഴും നീ അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുപോയാലും നീ ഞങ്ങൾക്കൊരു ശല്യം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. എന്നാലും നീ മകളായി പോയില്ലേ, നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, മര്യാദയ്ക്ക് ഞങ്ങളുടെ കൂടെ വാടി എന്നിങ്ങനെ പറയുകയാണ് നവ്യയോട്. നീ ഇനി ഒരു നിമിഷം പോലും ഇവിടെ കഴിയേണ്ട കാര്യമില്ല, നിനക്കതിനുള്ള ഒരു അർഹതയുമില്ല എന്നിങ്ങനെ കനക പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നവ്യ പറയുകയാണ്, എന്നെ അങ്ങനെ കൊണ്ടുപോകാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട, ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നയനയും കൂട്ടിപ്പൊയ്ക്കോളൂ എന്നിങ്ങനെ നവ്യ പറയുകയാണ്. അപ്പോൾ കനക പറയുകയാണ്, നവ്യ ഇത്രയും നേരം ക്ഷമിച്ചു, നിന്നെ കൊണ്ടുപോകാനുള്ള ആഗ്രഹം കൊണ്ടോ നിന്നെ വീട്ടിൽ കണി കാണാൻ പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല,
അറപ്പാണ്. പക്ഷേ എന്നാലും ഈ കുടുംബത്തിന് ഈ ബാധ്യതയായിട്ട് നീ വേണ്ട, കൂടെ വാടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കനക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നയന പറയുകയാണ്, നവ്യയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ച് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നയന പറയുകയാണ്, അമ്മേ ചേച്ചിയെ വിളിക്കേണ്ട അമ്മേ, ചേച്ചി വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ വരാം നിങ്ങളുടെ കൂടെ എന്നിങ്ങനെ പറയുകയാണ്. ഞാനൊരു ഏറ്റവും വലിയൊരു തെറ്റ് ഞാൻ ചെയ്തു, അതെനിക്ക് തന്നെ അറിയാം. പക്ഷേ എനിക്ക് ഞാൻ പണ്ടും എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ ചേച്ചി ആത്മഹത്യ ഭീഷണി മുഴക്കിയപ്പോൾ പിന്നീട് എനിക്കൊന്നും ആരോടും പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ നടന്ന ചടങ്ങുകളിലൊക്കെ നെഞ്ച് നീറി തന്നെയാണ് ഞാനിവിടെ പങ്കെടുത്തിട്ടുള്ളത് മുഴുവനും. അപ്പോൾ മുത്തശ്ശി പറയാണ്, അതെനിക്കും അറിയാം. മോള് ഓരോ പൂജകളും ചടങ്ങുകളും ഒക്കെ നടക്കുന്ന സമയത്ത് മോളുടെ ഉള്ളിൽ എന്തോ വിഷമമുള്ളതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ്. അങ്ങനെ നമ്മുടെ നയന തീരുമാനിക്കുകയാണ്, അച്ഛനും അമ്മയ്ക്കും ഒപ്പം പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ വന്നിട്ട് നമ്മുടെ ഗോവിന്ദൻ വന്നിട്ട് മുത്തശ്ശനെ 2 കൈ കൊണ്ടും തൊഴുതിട്ട് പറയണേ, സാറ് ഞങ്ങളോട് ക്ഷമിക്കണം, ഇതൊന്നും ഞങ്ങളുടെ അറിവോടുകൂടി അല്ലായിരുന്നു, ഒരിക്കലും ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ 2 പെൺമക്കളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എൻ്റെ നയനമോൾ ഞങ്ങൾക്കൊപ്പം വരുന്നത് ഞങ്ങൾക്ക് ആശ്വാസം തന്നെയാണ്. പക്ഷേ നവ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഇത്തിൽ കണ്ണ് തന്നെയാണ് അവൾ. പക്ഷേ എന്ത് ചെയ്യാൻ, ജനിപ്പിച്ച് പോയില്ലേ, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം സാറേ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് അച്ഛനും വന്നിട്ട് നേരെ നവ്യയോട് പറയുകയാണ്, നവ്യ വാ പോവാമെന്ന് പറയുകയാണ്. അപ്പോൾ നവ്യ പറയണേ, ഞാൻ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അച്ഛൻ കേട്ടില്ലെന്നുണ്ടോ, ഞാൻ വരില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ വന്നിട്ട് പറയണം, എടോ കൂടുതൽ അഭ്യാസ പ്രകടനങ്ങളൊന്നും താൻ നടത്തണ്ട, താനിങ്ങനെ നിന്ന് എല്ലാവരെയും പ്രീതി പിടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കും, ഒടുവിൽ ഒരു കുഴഞ്ഞു വീഴക്കവും കൂടി ആകുമ്പോൾ എല്ലാം തൃപ്തിയാവും. അതോടുകൂടി എല്ലാവർക്കും തന്നോടൊരു സഹതാപം തോന്നും. അങ്ങനെയല്ലേടോ താൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, തൻ്റെ പെൺമക്കളെയും കൊണ്ട് പൊയ്ക്കോളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്തിന് എല്ലാവരോടുമായിട്ട് നമ്മുടെ ഗോവിന്ദൻ പറയുകയാണ്, ഞാൻ എൻ്റെ 2 പെൺമക്കളെയും കൊണ്ട് പൊയ്ക്കോളാം, ചെയ്തു പോയതിനെല്ലാം എൻ്റെ മക്കൾ വഴി ഇവിടെ സംഭവിച്ച എല്ലാ ആക്ഷേപങ്ങൾക്കും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നയനയോട് പറയണം, വാ മോളെ പോവാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന നേരെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, അമ്മ എന്നോട് ക്ഷമിക്കണം, അമ്മ എന്നെ ഒരിക്കൽ പോലും മരുമകളായിട്ട് കണ്ടിട്ടില്ല, ഇനിയൊട്ട് അമ്മയ്ക്ക് കാണാൻ കഴിയില്ല എന്ന് മനസ്സിലായി. ആദർശേട്ടനും അതുപോലെ തന്നെയാണ്, ഇനി എന്നെ സ്വീകരിച്ചാൽ പോലും എന്നോട് ഒരു സ്നേഹവും അടുപ്പവും ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട്ടിൽ തുടരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ പോലും അമ്മ എന്നെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഓരോ നിമിഷവും ഞാൻ ഈ വീട്ടിലെ പ്രാർത്ഥനയോടുകൂടിയാണ് കഴിഞ്ഞത്, എന്നെങ്കിലും ഒരിക്കൽ അമ്മ എന്നെ അംഗീകരിക്കണേ എന്ന്. പക്ഷേ ഇനി അതൊന്നും നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജ പറയാണ്, എടി നീ പോവാനായിട്ട് നിൽക്കുകയല്ലേ, നീ ഇനി കൂടുതൽ ഭാവാഭിനയമൊന്നും കാഴ്ചവെച്ച് മറ്റുള്ളവരെ കൊണ്ട് പോകണ്ട എന്ന് പറയിക്കാനായിട്ടൊന്നും നോക്കണ്ട, ഇറങ്ങിപ്പോടി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയണം, ജലജ നിനക്ക് എന്ത് അവകാശം ഇവിടെ നിന്ന് മോളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ നിനക്കിവിടെ എന്താ അവകാശം എന്നിങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശൻ. മിണ്ടാതെ നിന്നോളണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മോൾക്ക് പറയാനുള്ളത് അവൾ പറയട്ടെ, നീ എന്തിന് തടസ്സപ്പെടുത്തുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന പറയാണ്, മുത്തശ്ശ ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു വലിയ കുടുംബത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചതല്ല. മൂർത്തീസ് ജ്വല്ലറി എന്ന് കേട്ടിട്ടുണ്ട്, പുറത്ത് നിന്ന് ആ ജ്വല്ലറി കണ്ടിട്ടുണ്ടോ എന്നേ ഉള്ളൂ, ഒരിക്കൽ പോലും അകത്ത് കയറിയിട്ടുമില്ല. എന്നിട്ട് പോലും ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ കുടുംബത്ത് മരുമകളായിട്ട് വന്നത് ഞങ്ങളുടെ മഹാഭാഗ്യമെന്ന് കരുതുകയാണ്. അർഹതപ്പെട്ടതല്ല, എന്നാലും വരേണ്ടി വന്നു. പക്ഷേ എൻ്റെ ചേച്ചി മൂലം എനിക്ക് മനസ്സറിയാത്ത കാര്യത്തിന് ചേച്ചിയുടെ കൂടെ എനിക്ക് നിൽക്കേണ്ടി വന്നു എന്നൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ തെറ്റ് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തതാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോകുന്നു എന്ന് പറയുകയാണ്. അതിനുശേഷം കനകത്തിൻ്റെയും ഗോവിന്ദൻ്റെയൊക്കെ കൂടെ നമ്മുടെ നയന പോവുകയാണ്. അപ്പോൾ നയന ഇറങ്ങി പോകുന്നത് കാണുമ്പോഴത്തേക്കും മുത്തശ്ശൻ അങ്ങ് കുഴഞ്ഞു വീഴുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് മുത്തശ്ശനെ താങ്ങി എടുത്ത് കസേരപ്പുറത്ത് കൊണ്ടിരുത്തുകയാണ്. എന്നിട്ട് മുത്തശ്ശന് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ മുത്തശ്ശൻ മെല്ലെ നോർമലാവുകയാണ്. ആ നോർമലാവുന്ന സമയത്ത് മുത്തശ്ശന് ഒരു കാര്യം ഓർമ്മ വരികയാണ്. നയനെ ആദർശ് വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവരുടെ ഫാമിലി ജോത്സ്യം പറഞ്ഞ ഒരു കാര്യം, നയന എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും ഒരു ദൈവരാശിയാണ്. അതായത് ആദർശും നയനയും കൂടി ഉള്ളത് ഒരു ഈശ്വര മുഹൂർത്തത്തിലാണ് അവരുടെ കല്യാണം നടന്നത്. അതായത് ഈശ്വരന്മാർ ഒരുമിക്കുന്ന സംഗമിക്കുന്ന ആ ഒരു സമയത്താണ് ഇവരുടെ വിവാഹം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ തമ്മിൽ പിരിക്കാൻ ആർക്കും കഴിയില്ല. പിന്നെ ചെറിയ ചെറിയ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ ഒരു അകൽച്ചയും പൊരുത്തക്കേടും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അവർ
ഒരിക്കലും പിരിയാൻ പറ്റാത്ത കണക്ക് അവർ അടുക്കുക തന്നെ ചെയ്യും. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടെങ്കിലും ഈ പെൺകുട്ടിയെ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടരുത്. കാരണം എത്ര അവൾ ഇറങ്ങിപ്പോയാലും കാല് പിടിച്ചെങ്കിലും അവിടെ നിർത്തണം. കാരണം ഈ പെൺകുട്ടി ലക്ഷ്മി കടാക്ഷമുള്ള കുട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി ദേവി തന്നെയാണ് എന്ന് പറയാം. ഈ കുട്ടി പോയി കഴിഞ്ഞാൽ മൂർത്തീസ് ജ്വല്ലറിയും ആ കുടുംബവും തന്നെ നശിക്കുകയും ആ കുടുംബത്തിൻ്റെ സൽപ്പേര് മുഴുവനും നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നയനയെ അവിടെ നിന്ന് ഇറക്കി വിടരുത് എന്ന് പറഞ്ഞത് ഓർക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ്റെ കൂടെ നയന പോവുകയാണ്. പോകുമ്പോഴത്തേക്ക് മുത്തശ്ശൻ തിരികെ വിളിക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ നയനയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് എല്ലാവരും കേൾക്കെ പറയുകയാണ്, മോൾക്ക് ഇവിടെ നിന്ന് പോവേണ്ട ഒരു കാര്യവുമില്ല. മോൾക്ക് കള്ളം പറയേണ്ടി വന്ന സാഹചര്യം മോൾ എല്ലാവരോടുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും തെറ്റ് ചെയ്തത് മോളുടെ ചേച്ചിയും അഭിയും മാത്രമാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിന് കൂട്ടുനിൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ആർക്കായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോവും. അതുകൊണ്ട് മോളെ തെറ്റ് പറയാനൊക്കില്ല. പിന്നീട് ഇവിടെ തെറ്റുകാരി നവ്യയാണ്. നവ്യയ്ക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ആ താലി കാണിക്കുക മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളായിരുന്നു. അഭി കല്യാണം കഴിച്ചേണെന്ന്. അതോടുകൂടി കാര്യം എല്ലാവർക്കും മനസ്സിലായേനെ. പക്ഷേ അതിന് പകരം ഇങ്ങനെ ഒരു ഗർഭനാടകം കളിച്ചു. എന്നാൽ അങ്ങനെ ചെയ്തത് ഒരു പക്ഷേ വിവാഹം കഴിക്കില്ലെന്നുള്ള പേടി കൊണ്ടായിരിക്കും. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് ഈ വളക്കാപ്പ് ചടങ്ങ് വരെ ആവുന്നത് വരെ നവ്യ അത് വച്ച് നീട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ കുടുംബത്ത് വന്ന് കയറിയതിന് ശേഷമെങ്കിലും നവ്യയ്ക്ക് അത് തുറന്നു പറയായിരുന്നു. അത് നവ്യ ചെയ്തതുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ തെറ്റുകാരി നവ്യയും അതുപോലെ അഭിയും മാത്രമാണ് എന്ന് പറയുമ്പോൾ ജലജ പറയുകയാണ്, അച്ഛൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവളുമാരെ ഇന്ന് ന്യായീകരിക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് മുത്തശ്ശൻ പറയണേ, നീ മിണ്ടരുത്. നീ എന്ന് ഈ കുടുംബത്തെ കാലെടുത്ത് കുത്തി തിരികെ വന്നു അതിനുശേഷം തുടങ്ങിയതാണ് ഈ കുടുംബത്തിലെ ഈ ആവശ്യമില്ലാത്ത സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ. പിന്നെ നിൻ്റെ മകൻ്റെ കാര്യം പറയുവാണെങ്കിലുണ്ടല്ലോ, അച്ഛനില്ലാതെ വളർന്നതിൻ്റെ സകല മാനക്കുഴപ്പങ്ങളും അവനുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ നയനയോട് പറയുകയാണ്, മോള് ഇവിടെ നിന്ന് പോവരുത്, ഞങ്ങളെ ഇട്ടിട്ട് പോവരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കിനും നയന വന്നിട്ട് മുത്തശ്ശിയുടെ കാല് പിടിക്കുകയാണ്. മുത്തശ്ശനെയും മുത്തശ്ശിയുടെയും അടുത്ത് വന്നിട്ട് രണ്ടുപേരുടെയും കാല് പിടിക്കുകയാണ്. എന്നിട്ട് പറയണം, മുത്തശ്ശ ഞാൻ പോവും മുത്തശ്ശ, ഈ വീട്ടിൽ നിന്നാൽ ഇനി ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ ഈ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെയോ അമ്മായിയമ്മയുടെയോ ആരുടെയും സ്നേഹം എനിക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നയന മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കാലിൽ തൊഴുകയാണ്. എന്നിട്ട് നമ്മുടെ നയന ഇങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ ആ സമയത്തും ഒരു കൂസലും ഇല്ലാതെ അവിടെ തന്നെ നിൽക്കുകയാണ് നമ്മുടെ നവ്യ. അപ്പോൾ വീണ്ടും നമ്മുടെ ഗോവിന്ദൻ വിളിക്കുന്നുണ്ട്, നവ്യമോളെ നീ വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ ചെല്ലാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ തന്നെ കനക പറയുകയാണ്, അവൾക്ക് ഒരു ആത്മാഭിമാനം ഇല്ലാത്ത കൂട്ടത്തിലാണ് അവളെന്നുള്ള കാര്യം അവൾ തെളിയിച്ച് കഴിഞ്ഞു ഗോവിന്ദേട്ട. അതുകൊണ്ട് ഇനി അവളെ വിളിക്കേണ്ട, നമുക്ക് മോളെയും കൊണ്ട് പോവാം എന്ന് പറയുകയാണ്. എന്നിട്ട് അവരിങ്ങനെ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ തന്നെ മുത്തശ്ശൻ എഴുന്നേറ്റിട്ട് മോളെ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഉടനെ ദേവയാനി പറയണം, അച്ഛൻ ഇനി അവളെ തടയാനായിട്ടൊന്നും നോക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ ജയൻ ഇടപെടുകയാണ്. ജയൻ പറയുകയാണ്, എൻ്റെ അച്ഛനോട് ആജ്ഞാപിക്കാറായോടി നീ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതോടുകൂടി ദേവയാനിയുടെ വായടയുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ പറയണം, മോൾ ഈ കുടുംബത്തിൽ നിന്ന് പുറത്ത് പോകരുത്, മോൾ ഇവിടെ തന്നെ വേണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ നമ്മുടെ നയനയെ വിളിക്കുകയാണ്. നയനയെ പിടിച്ച് ചേർത്ത് നിർത്തുകയാണ്. അപ്പോൾ ആ സമയത്തിന് ദേവയാനി പറയണം, അച്ഛ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോവും, ഞാൻ ഇനി എന്നാൽ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഇവിടെയുള്ള ആർക്ക് വേണമെങ്കിലും, മോൾ ഇവിടെ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ അനന്തപുരിയുടെ പടി ഇറങ്ങി പോവാം എന്ന് പറയുകയാണ്. അപ്പോൾ ജലജ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി ഇവിടെ നിന്ന് പടി ഇറങ്ങുമെങ്കിൽ ഞാനും എൻ്റെ മോനും ഇവിടെ നിന്ന് പോവും എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, നിന്നെയൊക്കെ പണ്ടേ പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞു, അതുകൊണ്ട് നീ പോയെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഇനി ഈ കുടുംബത്തിലുള്ള ബാക്കിയുള്ള എല്ലാവരും പോയാലും ഞാനും വസുന്ധരയും ഇവിടെ ഉള്ളിടത്തോളം കാലം മോളും ഇവിടെ ഉണ്ടാവും എന്നിങ്ങനെ മുത്തശ്ശൻ തറപ്പിച്ച് പറയുകയാണ്. അതോടുകൂടി നമ്മുടെ കനകത്തിന് സന്തോഷമാവുകയാണ്, ഗോവിന്ദന് സന്തോഷമാവുകയാണ്. അങ്ങനെ അവരങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു തട്ടുതകർപ്പൻ റിവ്യൂമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.